തോരാമഴ പെയ്തപ്പോൾ അത് മലയാളക്കരയുടെ കണ്ണീർ മഴയായി മാറി. മുൻപ് ഒരു മഹാപ്രളയകാലത്ത് ഇതുപോലെ കേരളക്കര വിറങ്ങലിച്ചു നിന്നപ്പോൾ അന്ന് ചേർത്ത് പിടിക്കാൻ ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. സർക്കാരും ജനങ്ങളും തോളോട് തോൾ ചേർന്നപ്പോൾ ആ പ്രളയത്തെ കേരളം അതിജീവിച്ചു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പിടിപ്പുകേടിന്റെയും അനാസ്ഥയുടെയും നേർസാക്ഷ്യമായി ഈ മഴക്കാലം മാറി. ചെളി നിറഞ്ഞ ക്യാമ്പുകളിൽ അസൗകര്യങ്ങളോട് മല്ലിട്ട് ജീവിക്കേണ്ട ഗതികെട്ട അവസ്ഥയുമുണ്ടായി. ഈ രോഗികളെ നോക്കാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കുക, അവർക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടത് ചെയ്യുക. എല്ലാം മുങ്ങി എല്ലാം നഷ്ടപ്പെട്ടു പോയി. മന്ത്രിയോട് വന്ന് ഞങ്ങളുടെ വിഷമങ്ങൾ പറയാമെന്ന് കണ്ട് നിന്നിട്ട് മന്ത്രി ഇവിടെ കയറിയില്ല. മന്ത്രി സെന്റ് തോമസിൽ പോയിട്ട് മന്ത്രി തിരിച്ചു പോകായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാം നഷ്ടപ്പെട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള പരിഹാരം എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ. അത് ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും എനിക്കത് പ്രശ്നമല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഞങ്ങൾ പലയിടത്തായിട്ടാണ് പോയിരിക്കുന്നത്. വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, ബാത്റൂമിൽ പോകാനും ഒക്കത്തില്ല, ഒന്നും നോക്കാത്ത ഒരു രീതിയിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഇത് പാർട്ടി എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. ആര് കയറി ഇരുന്നാലും ചെയ്യേണ്ടതൊക്കെ രീതികൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. 2018 പ്രളയമുണ്ടായപ്പോൾ കേരളത്തിന്റെ അതിജീവന മാതൃകയെ ലോകം വാഴ്ത്തിയിരുന്നു. ഇന്ന് അതിന്റെ മുകളിൽ കരിനിഴലാണ് UDF സർക്കാർ വീഴ്ത്തിയിരിക്കുന്നത്. ഇക്കാലത്തെ ജനപ്രതിനിധികളുടെ വാക്കുകൾ ദുരിതക്കയത്തിലകപ്പെട്ട മനുഷ്യരുടെ മനസ്സിൽ മുള്ളാണിയായി തറച്ചു നിന്നു. ഒരു അറിയിപ്പും കിട്ടിയില്ല. ഓർക്കപ്പുറത്ത് വന്ന് കയറുമായിരുന്നു. ഇത് ഇച്ചിരി ഇരട്ടി പോയിരുന്നെങ്കിൽ ഈ പാവങ്ങളായ ഇവിടെ ഈ വെള്ളത്തിലെല്ലാം മുങ്ങിച്ചത്തു പോയേനെ. ഇച്ചിരി നേരത്തെ വന്നുകൊണ്ട് എങ്ങനെ ഒരു തന്തയ്ക്ക് മുമ്പ് കരയെ പറ്റാൻ ക്യാമ്പിൽ പോകാനും ഒത്തു. ഇല്ല, ഞങ്ങൾ വന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത്. രാവിലെ ഞങ്ങൾ ആരും കഴിച്ചില്ല. വെച്ചോണ്ട് വന്ന് അവർക്ക് കൊടുക്കും ആഹാരം. ഉച്ചക്കത്തെ ആവുന്നതോ കഴിക്കാൻ വീട്ടിൽ കൊണ്ടുപോകും. കടലിൽ കാണാതായ മനുഷ്യരുടെ ബന്ധുക്കളോട് മന്ത്രി K മുരളീധരൻ പറഞ്ഞത് കടലിൽ പോയാൽ മൃതദേഹം കിട്ടാൻ സമയമെടുക്കുമെന്നാണ്. സർക്കാരിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ബോഡി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ഏകോപനം നടത്തേണ്ട ജനപ്രതിനിധികൾ റീൽസുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. നിഷ്ക്രിയമായ സർക്കാർ സംവിധാനത്തിന്റെ പ്രതിനിധി മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. ഏകോപനം നടത്തേണ്ട മുഖ്യമന്ത്രി ആ സമയത്ത് വിരുന്നുണ്ണാൻ പോയിരിക്കുകയായിരുന്നു. കുട്ടനാട് മുങ്ങാൻ കാരണവും സർക്കാരിന്റെ ഈ നിഷ്ക്രിയത്വം തന്നെയായിരുന്നു. 2018 മഹാപ്രളയത്തിനു ശേഷം LDF സർക്കാർ തോട്ടപ്പള്ളി പൊഴി 300 മീറ്റർ വീതിയിൽ മുറിച്ച് 20 മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്ത് ഒഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു. എല്ലാ വർഷവും യോഗം ചേർന്ന് ഇത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. മഴ ശക്തമായി കഴിഞ്ഞാണ് ഇത്തവണ പൊഴിമുറിക്കാൻ നടപടി സ്വീകരിച്ചത്. യോഗവും ചേർന്നില്ല. സ്പിൽവേ ഷട്ടർ അറ്റകുറ്റപ്പണി നടത്താത്തതും ഈ മഴക്കാലത്ത് കുട്ടനാടിനെ പ്രളയജലത്തിൽ മുക്കാൻ കാരണമായി. ഈ കെടുകാര്യസ്ഥത കാരണം കുട്ടനാട് പ്രളയക്കയത്തിലായി. പ്രളയജലം ഉയരുന്ന സമയത്ത് വെള്ളമൊഴുക്കി വിടേണ്ട തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. പ്രകൃതി ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിന്നപ്പോൾ ജനങ്ങളോട് ഒപ്പം നിൽക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പുറംതിരിഞ്ഞു നിന്നതിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചത്. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.